ഹലോ ഗൈസ്, ഞങ്ങളൊരു ഞായറാഴ്ച ഗുണ്ടിൽപ്പേട്ടയ്ക്ക് പോകുന്നതാണ് കേട്ടോ അത് കാണുന്നത്. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗുണ്ടിൽപ്പേട്ട ഏകദേശം ഫോറസ്റ്റൊക്കെ എത്തിയിട്ടോ. ഫോറസ്റ്റ് എത്താനാകുമ്പോൾ കുറച്ച് മുന്നോട്ട് പോയപ്പോണ്ട് കുറച്ച് ആനക്കൂട്ടങ്ങളൊക്കെ കണ്ടു കേട്ടോ. 2-3 ആനകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. അതിൽ കണ്ടില്ലേ, ചെറിയ ആനക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു ആനക്കൂട്ടം തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അത് ഭയങ്കര മനോഹരമായൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത് ഞങ്ങൾ ഗുണ്ടിൽപ്പേട്ടയ്ക്ക് പോകുന്നത് എന്താ വെച്ചാൽ തൃക്കനാമ്പി എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് കേട്ടോ. അത് നമ്മൾ മൈസൂർ റോഡിൽ നിന്ന് കയറിയിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പം വലത്തോട്ടേക്ക് തിരിഞ്ഞു പോയാൽ മതി. ആ അമ്പലത്തിലേക്കാണ് നേരെ പോകുന്നത് കേട്ടോ. വണ്ടിയൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു അമ്പലം കേട്ടോ. അമ്പലത്തിൻ്റെ മേലെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ കാണാണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങോട്ട് പോയത്. പക്ഷേ ഞാൻ ഏതൊരു ചാനലിൽ ഈ അമ്പലത്തിനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് മുതലൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ അമ്പലത്തിലൊന്ന് പോകണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അമ്പലത്തിൻ്റെ മേളിൽ കയറി. അവിടെ വ്യൂസും കാര്യങ്ങളും കേട്ടോ കാണുന്നത്. നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളും കേട്ടോ. നമ്മുടെ കൂട്ടുകാരന്മാരെപ്പോഴും പോകുമ്പോഴാണല്ലോ നമുക്ക് ഈ സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടുക. നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. കുറച്ച് സമയമാണെങ്കിൽ പോലും അങ്ങനെ അമ്പലത്തിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഈ മേഘങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല നീല നിറത്തിലും വയറ്റിലേക്കായി നിൽക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ കൂടെ വന്നൊരു ചങ്ക് ബ്രോ കേട്ടോ. താഴെ കൂടെയൊക്കെ ഇറങ്ങി നടക്കുക കേട്ടോ. ഓന് പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനൊക്കെ ഭയങ്കര മൂഡിലൊരു ചങ്ങായിയാണ്. നമ്മളെ കൂടെ അന്ന് ട്രക്കിങ്ങിനും കാര്യങ്ങളൊക്കെ ഉണ്ടായ ആൾ തന്നെയാണ് കേട്ടോ അവൻ. നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കൂട്ടുകാരനാണ്. അങ്ങനെ അതിൻ്റെ മേളിൽ നിന്ന് നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ. അപ്പം കൂടുതൽ വന്ന ആർക്കും വലിയ തിരിച്ചു വരാൻ മൂടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചൊക്കെ ഇറങ്ങി അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി കേട്ടോ. അപ്പം നല്ല കാട്ടുകോയിൻ്റെ ഇറച്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നത്. മുദ്ദയും കാര്യങ്ങളും ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണേ.